ഒന്നാമതായി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം അത് ഹലാലായിരിക്കണം. അതായത് ഹലാലായ ഒരു ബിസിനസ് സംരംഭത്തിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. നിഷിദ്ധമാണ് എങ്കിൽ അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇത് പ്രാഥമികമായി എല്ലാവർക്കും അറിയുന്നതായ ഒരു കാര്യമാണ്. രണ്ടാമത്തെ വിഷയം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക, പണം, അത് നിങ്ങൾക്ക് പരിപൂർണമായി ഗ്യാരണ്ടി നൽകുന്നു എന്ന് സംരംഭകൻ ഉറപ്പ് നൽകുന്നതായ ഒരു ബിസിനസ്സാണെങ്കിൽ, അതായത് നിങ്ങൾ എനിക്ക് എൻ്റെ സംരംഭത്തിലേക്ക് അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ഒരു 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തോളൂ, ആ പണം ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടുകയില്ല, എന്ത് സംഭവിച്ചാലും ഞാൻ നിങ്ങൾക്ക് തിരികെ നൽകും എന്ന് പറയുന്നതായ ഒരു ബിസിനസ്സാണെങ്കിൽ മതപരമായി അത് നിഷിദ്ധമാണ്. സംരംഭകന് ഒരിക്കലും തന്നെ ഈ പണം എന്ത് തന്നെ വന്നാലും അത് ഞാൻ നിങ്ങൾക്ക് തിരികെ നൽകും എന്നുള്ള രൂപത്തിൽ ഈ ഇൻവെസ്റ്റേഴ്സിന് ഉറപ്പ് നൽകൽ അനുവദനീയമല്ല. കാരണം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഗുൻമു ബിൽ ഗുർം. നമ്മളൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്വാഭാവികമായും അതിൽ നിന്ന് നമ്മളുടെ പണത്തിന് വളർച്ചയുണ്ടാകാനും ലാഭം ലഭിക്കാനും വേണ്ടിയാണല്ലോ. അപ്പോൾ ലാഭം സ്വീകരിക്കുന്ന ഒരു വ്യക്തി അയാൾ നഷ്ടം സ്വീകരിക്കാനും അല്ലെങ്കിൽ ആ നഷ്ടം അനുഭവിക്കാനും അയാൾ തയ്യാറായിരിക്കണം. അപ്പോൾ നഷ്ടം ഞാൻ അറിയുകയേ ഇല്ല, നഷ്ടം എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എൻ്റെ പണം പരിപൂർണമായി എനിക്ക് തിരിച്ചു തരണം എന്ന് നിബന്ധന വെച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ പരസ്പര ധാരണ പ്രകാരം അങ്ങനെയുള്ളതായ ഒരു കോൺട്രാക്റ്റ് അത് ഇസ്ലാമികമായി അനുവദനീയമല്ല. സ്വാഭാവികമായും ഒരു ബിസിനസ് സംരംഭമാണെങ്കിൽ അതിൽ ലാഭവും ഉണ്ടാകാം നഷ്ടവും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ എമൗണ്ട് അതല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായ തുക, ആ തുക പരിപൂർണമായി നിങ്ങൾക്ക് തിരികെ ലഭിക്കും അല്ലെങ്കിൽ പരിപൂർണമായി സുരക്ഷിതമായിരിക്കും എന്ന് ഗ്യാരണ്ടി നൽകുന്ന, ഉറപ്പ് നൽകുന്നതായ ഒരു ബിസിനസ് ഇസ്ലാമികമല്ല. മൂന്നാമത്തെ കാര്യം, ബിസിനസ്സിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക, ആ തുകക്ക് നിശ്ചിതമായ ഒരു വിഹിതം, ഫിക്സഡ് പ്രോഫിറ്റ് അതിന് ലഭിക്കും എന്ന് സംരംഭകർ പറയുകയാണെങ്കിൽ അതും നിഷിദ്ധമാണ്. കാരണം നമുക്കറിയാം, ലാഭം ഒരുപക്ഷെ ഉണ്ടാകാം, അതേപോലെ തന്നെ നഷ്ടവും സംഭവിക്കാം. ലാഭം കൂടാം, അതേപോലെ തന്നെ ലാഭം കുറയാം. സാഹചര്യങ്ങൾക്കനുസരിച്ച് പലതും സംഭവിക്കാം. അപ്പോൾ നിശ്ചിതമായൊരു വിഹിതം ലാഭമായി നൽകും എന്ന് സംരംഭകൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത്, ഉദാഹരണത്തിന് 1 ലക്ഷത്തിന് ഞാൻ നിങ്ങൾക്ക് ഓരോ മാസവും 1500 രൂപ നൽകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ഇനി 1500 രൂപ അവിടെ ലാഭം ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ പറഞ്ഞ ഇൻവെസ്റ്റേഴ്സിന് 1500 രൂപ വെച്ച് ഓരോ മാസവും നൽകാൻ ഈ സംരംഭകൻ ബാധ്യസ്ഥനായിത്തീരുന്നു. അപ്പോൾ സ്വാഭാവികമായും അയാൾ പിന്നെ ഇല്ലാത്തൊരു ബാധ്യത സ്വയം ഏറ്റെടുക്കുന്നു. അതോടൊപ്പം നമുക്കറിയാം, ഈ ഒരു സാഹചര്യത്തിൽ, ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ലാഭമില്ലാത്തപ്പോഴും അയാളുടെ കയ്യിൽ നിന്ന് പണമെടുത്ത് ഈ പറഞ്ഞ ഇൻവെസ്റ്റേഴ്സിന് ലാഭം കൊടുക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ ഈ സംരംഭകൻ യഥാർത്ഥത്തിൽ ഒരു ഭാഗ്യപരീക്ഷണമാണ് അവിടെ നടത്തുന്നത്. അല്ലെങ്കിൽ അയാളുടെ ഒരു എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ഒരുപക്ഷെ എനിക്ക് ഇതിലും കൂടുതൽ ലാഭമുണ്ടാകാം എന്ന് അയാൾ കരുതുകയും പ്രതീക്ഷിക്കുകയും അങ്ങനെയുള്ളൊരു ഭാഗ്യത്തെ മുൻനിർത്തി ആ ഒരു കോൺട്രാക്റ്റിലേക്ക് പ്രവേശിക്കുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. പിന്നെ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കാറുള്ളത്, ഇത്തരത്തിലുള്ള കോൺട്രാക്ട്സിൽ ഏർപ്പെടുകയും പിന്നീട് അത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ അതിനുവേണ്ടി തൻ്റെ കൈവശമുള്ള, അഥവാ ഈ ലാഭം കൊടുത്തു തീർക്കാൻ വേണ്ടി തൻ്റെ കൈവശമുള്ള മൂലധനം തന്നെ എടുത്ത് ചിലവഴിക്കുകയും അങ്ങനെ സംരംഭം തന്നെ ആകെ പിന്നെ തകർന്നു പോകുകയും സ്വാഭാവികമായും അതിലേക്ക് മൂലധനം നിക്ഷേപിച്ച ആളുകളൊക്കെ, അതിൽ ചില ആളുകൾക്ക് ഒരുപാട് ലാഭം എന്ന പേരിൽ കിട്ടിപ്പോയിട്ടുണ്ടാകും. അവസാനം നിക്ഷേപിച്ച ആളുകൾക്ക് അവരുടെ പണം മുഴുവൻ നഷ്ടപ്പെട്ടു പോകുകയും ചെയ്യുന്ന രൂപത്തിൽ വ്യാപകമായി ആളുകൾ വഞ്ചിക്കപ്പെടുന്നതായ ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു സംരംഭമായിട്ടാണ് ഇത്തരത്തിലുള്ള രീതി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഫിക്സഡ് പ്രോഫിറ്റ് ഉള്ള ഒരു സംരംഭത്തിൽ തൻ്റെ ധനം നിക്ഷേപിക്കുവാൻ, ഇൻവെസ്റ്റ് ചെയ്യാൻ അനുവാദമില്ല. ഇമാം ഇബ്നുൽ മുൻദിർ റഹിമഹുല്ല അദ്ദേഹം അത്തരത്തിലുള്ള നിർണിതമായ ലാഭം നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറയുന്നതായ ഒരു ബിസിനസ്സാണ് എങ്കിൽ ആ ബിസിനസ് പിന്നെ നിഷിദ്ധമാണ് എന്നതിൽ ഇജ്മാ ഉണ്ട് എന്നുവരെ അദ്ദേഹം രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ നമുക്ക് 2ആയി തരംതിരിക്കാം. ഒന്ന്, ഒരാൾ തൻ്റെ കയ്യിലുള്ള പണം മറ്റൊരാളെ ഏൽപ്പിക്കുന്ന ഹലാലായ എന്തെങ്കിലും ബിസിനസ്സുകൾ നിങ്ങൾ അതുകൊണ്ട് ചെയ്യുക. സ്വാഭാവികമായും നമുക്ക് വിശ്വാസ്യതയുള്ള അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനൊക്കെ കഴിവുള്ള ആളാണ് എന്ന് നമുക്ക് ബോധ്യമുള്ള ഒരാളെ ആയിരിക്കുമല്ലോ നമ്മൾ ഈ പണം ഏൽപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരാൾക്ക് ആ പണം ഏൽപ്പിക്കുകയും ഒരു നിശ്ചിത സമയത്തേക്ക് പിന്നെ അതല്ലെങ്കിൽ നിരുപാധികം നമ്മൾ ആ പണം ഏൽപ്പിക്കുകയും അതിൽ വല്ല ലാഭവും ഉണ്ടാകുകയാണെങ്കിൽ നമുക്കിടയിൽ ആ ലാഭം പങ്കിട്ടെടുക്കാം എന്ന രൂപത്തിൽ പണം നൽകുന്നതായ രീതി. ഈ ഒരു രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഒരാൾ പണം നൽകുന്നു, മറ്റൊരാൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഒരാളുടെ പ്രവർത്തനവും കർമ്മവും ഒരാളുടെ പണവും ആണ് ഇതിൽ എന്ത് ചെയ്യുന്നത്, അവരുടെ പരസ്പരം അവർക്കിടയിലുള്ള കരാറായി മാറുന്നത്. അപ്പോൾ ഇത്തരമൊരു രീതിയിൽ
സ്വാഭാവികമായും നേരത്തെ നമ്മൾ പറഞ്ഞതായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഈ രീതി അനുവദനീയമാണ്. പണം നൽകുന്ന വ്യക്തിക്ക് ഒന്നുകിൽ ഹലാലായ എന്ത് ബിസിനസ്സുകളും ഇതുകൊണ്ട് ചെയ്യാമെന്ന രൂപത്തിൽ നിരുപാധികമോ അതല്ലെങ്കിൽ ഉപാധി വെച്ചുകൊണ്ട്, ഉദാഹരണത്തിന് വസ്ത്രത്തിൻ്റെ ബിസിനസ് മാത്രമേ ഞാൻ നൽകുന്ന ഈ പണം കൊണ്ട് ചെയ്യാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉപാധികൾ വെച്ചുകൊണ്ടോ നൽകാവുന്നതാണ്. ഏതായാലും ഈ ഒരു ബിസിനസ്സിലും നമ്മൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി പണം നൽകുന്ന വേളയിൽ ലാഭം ഉണ്ടാകുകയാണെങ്കിൽ മാത്രമാണ് ലാഭം ലഭിക്കുക. അവിടെയും എത്രയാണോ ലാഭം ഉണ്ടാകുന്നത് അതിൻ്റെ ഇത്ര ശതമാനം പണം നൽകുന്ന ആൾക്കും അതുപോലെ തന്നെ ഇത്ര ശതമാനം പ്രവർത്തിക്കുന്ന ആൾക്കും എന്ന രൂപത്തിലാണ് അത് വീതം വെക്കേണ്ടത്. അത് അവർക്കിടയിൽ എങ്ങനെയാണോ ധാരണ അപ്രകാരമാണ് ആ പണം വീതം വെക്കപ്പെടുന്നത്. ഒരിക്കലും നിർണിതമായൊരു തുക പ്രോഫിറ്റായി അതിന് നിർണ്ണയിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന അതല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഹലാലായ രൂപത്തിൽ ഉൽപ്പന്നക്ഷമമാക്കാൻ വേണ്ടി നൽകുന്ന ഈ ഒരു ധനം, ആ ധനം നിർബന്ധമായും എന്തർത്ഥത്തിലും എനിക്ക് തിരിച്ചു നൽകണമെന്ന് ഗ്യാരണ്ടി വെക്കാനും സാധിക്കുകയില്ല. അപ്പോൾ ഞാനൊരാൾക്ക് പണം നൽകുകയാണെങ്കിൽ ആ വ്യക്തി ഈ പണത്തെ ക്രിയാത്മക ഉപയോഗിക്കുവാനും ബിസിനസ് ചെയ്യുവാനും ഒക്കെ കഴിവുള്ള വ്യക്തിയാണ് എന്ന ബോധ്യം എനിക്ക് ആദ്യം ഉണ്ടാകണം. അങ്ങനെ ബോധ്യമില്ലാത്തൊരു വ്യക്തിയുടെ കയ്യിലേക്ക് ഞാൻ പണം നൽകുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ എനിക്ക് വിശ്വസ്തതയുള്ള വിശ്വാസയോഗ്യനായ എൻ്റെ അരികിൽ വിശ്വാസയോഗ്യനായ ഒരു വ്യക്തിക്ക് ഞാൻ ഉപാധികളോടെയോ അതല്ലെങ്കിൽ നിരുപാധികമായി ഹലാലായ എന്ത് ബിസിനസ്സും ചെയ്യാമെന്ന അർത്ഥത്തിലോ അയാൾക്ക് ഞാൻ പണം നൽകുന്നു. ലാഭം ഉണ്ടാകുന്ന പക്ഷം അത് ഞങ്ങൾ പങ്കിട്ടെടുക്കാം എന്നുള്ള രൂപത്തിൽ അതിന് ഞങ്ങളൊരു ധാരണയിലെത്തുകയും ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ശറഈയായ രീതി. ഈ ഒരു ബിസിനസ് സംരംഭം അത് നഷ്ടത്തിലാകുകയാണെങ്കിൽ സ്വാഭാവികമായും പണം നൽകിയ വ്യക്തി പറഞ്ഞിട്ടുള്ള ഉപാധികൾ ഈ സംരംഭകൻ അതല്ലെങ്കിൽ ഈ പണം ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന വ്യക്തി ലംഘിച്ചിട്ടുണ്ടെങ്കിൽ പരിപൂർണമായി ആ പണം തിരികെ കൊടുക്കാനുള്ള ബാധ്യത അയാൾക്കുണ്ടാകും. ഉദാഹരണത്തിന് വസ്ത്രത്തിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പണം നൽകിയത്, പക്ഷേ അയാൾ പോയി ഫുഡ് പ്രോഡക്ട്സിൽ ബിസിനസ് ചെയ്തു, അത് നഷ്ടത്തിലായി. അവിടെ ആ നഷ്ടം വഹിക്കാൻ പണം നൽകിയ വ്യക്തി ബാധ്യസ്ഥനല്ല. പരിപൂർണമായി ആ പണം ഇയാൾക്ക് തിരികെ നൽകണം. കാരണം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സംരംഭകൻ അതല്ലെങ്കിൽ ഈ പണത്തെ ക്രിയാത്മകമായി ഉപയോഗിച്ച വ്യക്തി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഉപാധികൾ ലംഘിച്ചിട്ടുണ്ട്. അപ്പോൾ ഉപാധികൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ പണം തിരികെ നൽകാൻ ബാധ്യസ്ഥനായിത്തീരും. അതുപോലെ തന്നെയാണ് ഈ വ്യക്തി അദ്ദേഹം ആ പണവുമായി ബന്ധപ്പെട്ട് കൃത്യമായി നിർവഹിക്കേണ്ടതായ എന്തെങ്കിലും കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയത് കാരണത്താലാണ് നഷ്ടങ്ങൾ സംഭവിച്ചത് എങ്കിൽ, ഉദാഹരണത്തിന് പണം വാങ്ങിച്ചു, ബിസിനസ് അത് നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന് പകരം അദ്ദേഹം പരിപൂർണമായി അവഗണിച്ച് കളയുകയും അങ്ങനെ നഷ്ടത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്തതാണ് എങ്കിൽ അത്തരമൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായും പണം തിരികെ നൽകാൻ ഇയാൾ ബാധ്യസ്ഥനായിരിക്കും. അപ്പോൾ ഇനി ഇത് രണ്ടുമല്ലാതെ സ്വാഭാവികമായ നിലക്ക് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ലോക്ക്ഡൗൺ കാരണത്താലൊക്കെ പല ബിസിനസ്സുകളും പ്രതിസന്ധിയിലായി. അങ്ങനെ അയാളുടെ വ്യക്തിപരമായ കാരണങ്ങളാലല്ലാതെ മറ്റു കാരണങ്ങൾ കൊണ്ട് വേറെ എന്തെങ്കിലും തരത്തിൽ അവർ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ പ്രതിസന്ധികളോ മറ്റോ കടന്നു വന്നിട്ട് നഷ്ടത്തിലോ മറ്റോ ആയിത്തീരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരമൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഈ പണം ഇറക്കിയ വ്യക്തി അദ്ദേഹത്തിന് സ്വാഭാവികമായും ആ ധനത്തിലുണ്ടാകുന്നതായ നഷ്ടം അദ്ദേഹവും വഹിക്കണം. അതുപോലെ തന്നെ പ്രവർത്തനം, അതുവരെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഈ സംരംഭകനുണ്ടാകുന്നതായ നഷ്ടം. അദ്ദേഹത്തിന് ഒന്നും തന്നെ അതിൽ നിന്ന് ശമ്പളം എന്ന ഇനത്തിൽ ഈ ഒരു രൂപത്തിലുള്ള ബിസിനസ്സിൽ ശമ്പളം എന്ന ഇനത്തിൽ ഒന്നും തന്നെ സ്വീകരിക്കാൻ അനുവാദമില്ല. ലാഭം ഉണ്ടെങ്കിൽ മാത്രമാണ് ലാഭവിഹിതം ലഭിക്കുക. കാരണം ഒരാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പണമാണ്, മറ്റൊരാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രവർത്തനമാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ അയാൾ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രവർത്തനമാണ്. അയാൾ ശമ്പളം ഈടാക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അയാളുടെ പ്രവർത്തനം അയാൾ സേഫാക്കുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മളതിനെ മുദാറബ എന്ന് വിളിക്കുകയില്ല. അയാളൊരു ശമ്പളത്തിന് പ്രവർത്തിക്കുന്ന ഒരു ജോലിക്കാരൻ മാത്രമായിരിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ അയാൾക്ക് ലാഭവിഹിതം ലഭിക്കുകയില്ല. അപ്പോൾ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മാറുന്നതാണ്. അപ്പോൾ മുദാറബ എന്ന് പറയുന്ന, അതായത് ഒരാൾ പണം നൽകുകയും മറ്റൊരാൾ ആ പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതായ രീതിയാണ് എങ്കിൽ അത്തരമൊരു രീതിയിൽ സ്വാഭാവികമായും ഈ പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് സാലറി ഇനത്തിലൊന്നും ലഭിക്കുകയില്ല. മറിച്ച് ലാഭമുണ്ടെങ്കിൽ ആ ലാഭത്തിൽ നിന്ന് അയാൾക്ക് നിർണ്ണയിക്കപ്പെട്ട വിഹിതം മാത്രമാണ് അയാൾക്ക് ലഭിക്കുക എന്നതാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല ഈ ക്യാപിറ്റൽ എമൗണ്ടിൽ നിന്ന്, ഈ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ട ഇറക്കപ്പെട്ട എമൗണ്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ആ ബിസിനസ് നമ്മൾ ഒഴിവാക്കുകയും നിർത്തിവെക്കുകയും പണം തിരികെ നൽകുകയും ചെയ്യുകയാണെങ്കിൽ ഈ പണം ഇറക്കിയ വ്യക്തിക്ക് നൽകാനുള്ള പണം നൽകി കഴിഞ്ഞതിന് ബാക്കി മിച്ചം വല്ലതും ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരാൾക്ക് ലഭിക്കുന്നത്.
അപ്പോൾ ഇതാണ് നമ്മൾ ഒരാൾ പണം നൽകുകയും മറ്റൊരാൾ ആ പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ. പിന്നെ സ്വാഭാവികമായി ഞാൻ ഒരാൾക്ക് 10 ലക്ഷം രൂപ നൽകി, അതുകൊണ്ട് അയാളോട് പറഞ്ഞു നിങ്ങൾ ഇന്ന രൂപത്തിലുള്ള ബിസിനസ് നിങ്ങൾ ആ പണം കൊണ്ട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. അതിൽ സാമ്പത്തികമായ നഷ്ടം വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഈ പണം ഇറക്കിയ വ്യക്തിക്ക് മാത്രമായിരിക്കും. എന്നാൽ സ്വാഭാവികമായും ആ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് വരുന്നതായ നഷ്ടമെന്ന് പറയുന്നത് അയാളുടെ പ്രവർത്തനവും ആയിരിക്കും. ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മറ്റൊരു രീതിയെക്കുറിച്ചിട്ട് പറയുകയാണ്. അതായത് ഒരു സംരംഭമുണ്ട്, ആ സംരംഭത്തിൽ ഒരു കംപ്ലീറ്റ് പാർട്ട്ണറായി ആ സംരംഭത്തിൻ്റെ തന്നെ ഒരു ഷെയർ നമുക്ക് ലഭിക്കുന്ന രൂപത്തിൽ, അതിൻ്റെ അസറ്റ്സ് ആവട്ടെ അതിൻ്റെ മറ്റു കാര്യങ്ങളാവട്ടെ, അതിൽ പരിപൂർണമായ ഒരു പങ്കാളി, ഒരു ഷെയർ ഹോൾഡറായി നമ്മൾ മാറുന്ന രൂപത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ അത്തരമൊരു ഇൻവെസ്റ്റ്മെൻറ്റ്സിലും ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ ബാധകമാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഹലാലായിരിക്കണം. അതുപോലെ തന്നെ ഫിക്സഡ് പ്രോഫിറ്റ് ആയിരിക്കാൻ പാടില്ല. ഫിക്സഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും അഥവാ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ഈ പണം അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള നിക്ഷേപകർക്ക് ഒരു നിർണിതമായ ലാഭവിഹിതം മാസം മാസം സംരംഭകൻ അല്ലെങ്കിൽ അവർ നിർണ്ണയിക്കുന്ന സമയത്ത് കൊടുത്തുകൊള്ളണം. ലാഭമാണെങ്കിൽ നഷ്ടമാണെങ്കിൽ കൊടുത്തുകൊള്ളണം. ഇതിനാണ് നമ്മൾ ഫിക്സഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ രീതി അതിൽ അനുവദിക്കപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത പണം പരിപൂർണമായി സുരക്ഷിതമായിരിക്കും, യാതൊരു നിലക്കും അതിന് യാതൊരു നഷ്ടവും സംഭവിക്കുകയില്ല എന്ന് പൂർണ്ണമായി ഗ്യാരണ്ടി നൽകലും അവിടെ അനുവദനീയമാകുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ മാനദണ്ഡങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ കംപ്ലീറ്റ് ഒരു ഷെയർ ഹോൾഡറായി പാർട്ട്ണറായി മാറുന്ന രൂപത്തിലുള്ള സംരംഭമാണെങ്കിലും അതിനും ബാധകമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്വാഭാവികമായും 2 പേരും പണം ഇറക്കുന്നുണ്ട്. അപ്പോൾ അയാളും പണം ഇറക്കുന്നു, മറ്റൊരാളും പണം ഇറക്കുന്നു. അങ്ങനെ പരസ്പര പാർട്ട്നേഴ്സ് ആയിക്കൊണ്ടൊരു സംരംഭം തുടങ്ങുന്നു. ഇത്തരമൊരു സംരംഭത്തിൽ അത് വേർപിരിയുന്ന സമയത്ത് ഒരാൾ നൽകിയ പണമായിരിക്കുകയില്ല അയാൾക്ക് തിരികെ കൊടുക്കുക, മറിച്ച് ഒരു പക്ഷേ ആ ഒരു സംരംഭം വലിയ രൂപത്തിൽ വളർന്നിട്ടുണ്ടാകും. ആ ഒരു സമയത്ത് ആ സംരംഭത്തിൻ്റെ വില കണക്കാക്കുകയും അതിൽ അയാൾക്കുള്ള ഷെയർ, ആ ഷെയറിൻ്റെ വാല്യൂ കണക്കാക്കുകയും ആ പണമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഷെയർ ഹോൾഡർക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അയാൾ അതിൽ നിന്ന് പിൻവാങ്ങുകയോ അതല്ലെങ്കിൽ പരസ്പരം ഈ ഒരു അവർക്കിടയിലുള്ള കമ്പനി അവർ പിരിയുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ അപ്രകാരമായിരിക്കും ചെയ്യുക. ഒരിക്കലും നൽകിയ തുക പിരിച്ചു വിടുകയല്ല അത്തരമൊരു സാഹചര്യത്തിൽ ചെയ്യുന്നത്, മറിച്ച് ഷെയർ വാല്യൂ കണക്കാക്കുകയും ആ ഒരു തുക എത്രയാണോ വരുന്നത് അത് അയാൾക്ക് നൽകിക്കൊണ്ട് പിരിഞ്ഞു പോകുകയും ചെയ്യുന്നതായ ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് കണ്ടുവരുന്നതായ ഒരു സംഗതിയുണ്ട്. അതായത് ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ബിസിനസ് സംരംഭമോ മറ്റൊക്കെ നടത്തുന്നതായ നല്ലൊരു സംരംഭകൻ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മറ്റു പല കാര്യങ്ങൾക്ക് പണം ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് അയാളുടെ വീട് പണി നടക്കുകയാണ്, അപ്പോൾ ഏകദേശം ഒരു 5 ലക്ഷം രൂപ അയാൾക്ക് ആവശ്യമുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾ ആളുകളോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ കയ്യിലേക്ക് ഒരു 5 ലക്ഷം രൂപ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് നൽകിയാൽ ഞാൻ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം തരാം, ലാഭം നഷ്ടമൊക്കെ വഹിക്കുന്ന രൂപത്തിൽ തന്നെ പറയും, ഈ 5 ലക്ഷം വാങ്ങും. യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ 5 ലക്ഷം വാങ്ങുന്നത് ബിസിനസ് ചെയ്യാൻ വേണ്ടി തന്നെ അല്ല, അയാളുടെ വീട് പണിക്കാണ് വാങ്ങുന്നത്. അപ്പോൾ ഇത് ഇസ്ലാമികമല്ല, ഇത് ശരിയല്ല. അയാൾക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ, അയാൾക്കൊരു സംരംഭം ഉണ്ടെങ്കിൽ ആ സംരംഭത്തിൻ്റെ നിശ്ചിത ഷെയർ മറ്റൊരാൾക്ക് വിൽക്കാം, അത് വേറൊരു വിഷയമാണ്. എന്നാൽ നമ്മൾ നാട്ടിൽ കണ്ടുവരുന്നൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് പെട്ടെന്ന് പണത്തിന് വേറെ എന്തെങ്കിലും നിലക്ക് ആവശ്യമുണ്ടെങ്കിൽ അയാൾ പറയും, നിങ്ങൾ ഞാൻ ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഇത്ര പണം നിക്ഷേപിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾക്ക് ലാഭം തിരിച്ചു തരാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അതിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, അപ്പോൾ നിങ്ങൾ ഇറക്കിയ പണവും തിരിച്ചു തരാം. ഈ ഒരു രീതി നമ്മൾ മുമ്പ് പറഞ്ഞ മുദാറബ എന്ന് പറയുന്നത്, അതായത് ഒരാൾ പണം നിക്ഷേപിക്കുകയും മറ്റൊരാൾ ആ പണം ക്രിയാത്മകമായി ബിസിനസ്സിൽ ഉപയോഗപ്പെടുത്തി അതിൽ നിന്ന് ലാഭമുണ്ടാക്കുകയും ചെയ്യുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കേണ്ടത്. പക്ഷേ ഇവിടെ എന്താ ചെയ്യുന്നത്, ഇദ്ദേഹം ആ പണം ബിസിനസ്സിൽ തന്നെ ഉപയോഗിക്കുന്നില്ല, അയാൾ മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആ പണം വാങ്ങുന്നത്. എന്നാൽ എന്ത് ചെയ്യുന്നു, ലാഭം എന്ന പേരിൽ വേർച്വലി ശരിക്കും അയാൾക്ക് അങ്ങനെ ഒരു ലാഭം കണക്കാക്കാൻ പോലും സാധിക്കുകയില്ല. അയാൾ ഒരു ഏകദേശം ഒരു ലാഭം കണക്കാക്കിയിട്ട് ഈ പണം നിക്ഷേപിച്ച ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അയാൾക്കൊരു ലാഭം എന്നുള്ള പേരിൽ ലാഭം കൊടുക്കുന്നു, അതേപോലെ തന്നെ അല്ലെങ്കിൽ നഷ്ടമുണ്ടെന്നുള്ള പറഞ്ഞിട്ട് അയാളെ വിശ്വസിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായ രീതി ഇത് ഇസ്ലാമികമല്ല. മറിച്ച് ഒരാളുടെ കയ്യിൽ നിന്ന് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് പണം വാങ്ങുകയാണെങ്കിൽ, നേരത്തെ നമ്മൾ പറഞ്ഞ രൂപത്തിൽ ഒന്നുകിൽ ആ പണം വാങ്ങുന്നു, നമ്മൾ ഒരു നിർണീത ബിസിനസ് ചെയ്യുന്നു, ആ ബിസിനസ് കഴിഞ്ഞാൽ ഒന്നുകിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ പണം തിരികെ കൊടുക്കുന്നു, ലാഭം പങ്കുവെക്കുന്നു, ഈ പറഞ്ഞ രീതി. അതല്ലെങ്കിൽ നമ്മളുടെ സംരംഭത്തിൽ കംപ്ലീറ്റ് പാർട്ട്ണറാക്കി നമ്മളുടെ കൂടെ ഒരു ഷെയർ ഹോൾഡറാക്കി അയാളെ മാറ്റുന്നു. ഈ 2 രീതിയും നമുക്ക് സ്വീകരിക്കാം. പക്ഷേ 2 രീതിയാണെങ്കിലും നമ്മൾ ഒരാളുടെ പണം വാങ്ങിയിട്ട് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ആ പണം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്താണ്, അതേപോലെ തന്നെ അതിലുണ്ടാകുന്ന ലാഭം എത്രയാണ്, അതിലുള്ള നഷ്ടം എത്രയാണ്, ഇതൊക്കെ കണക്കാക്കാൻ സംരംഭകന് സാധിക്കണം. എങ്കിലും അത് ഹലാലായ ബിസിനസ് ആകുന്നുള്ളൂ. അല്ലാതെ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ ആളുകളോട് ബിസിനസ്സോ മറ്റോ പേര് പറഞ്ഞിട്ട് പണം വാങ്ങിക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് ഒരു ലാഭം എന്നുള്ള പേരിൽ അയാളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അയാൾക്ക് ലാഭം എന്ന പേരിൽ കൊടുക്കുക, ഇത് ഇസ്ലാമികമല്ല.
മറിച്ച് നിങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നു, നിങ്ങൾക്കറിയാം ഞാനത് വസ്ത്ര വ്യാപാരത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, അതല്ലെങ്കിൽ ഞാനത് പിന്നെ ഇന്ന ബിസിനസ്സിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, ഇന്നയിടത്താണ് അത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, അതിന് നമുക്ക് ഇത്ര ലാഭമാണ് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നത്, അതിന് ഇന്ന നഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്, ഇതൊക്കെ കണക്കാക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഒരുപാട് ആളുകൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് സ്വീകരിക്കുന്നവരായി സംരംഭകരായിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവരായിട്ടുണ്ട്. രണ്ടുപേരും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു. അതിൽ വളരെ സുപ്രധാനം, നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ വലിയ സംരംഭമൊക്കെ ഉള്ള ആളുകൾ, ചിലപ്പോൾ വലിയ ഹോസ്പിറ്റൽസ് ആവാം, അതേപോലെ തന്നെ അല്ലെങ്കിൽ മറ്റു ബിസിനസ് കമ്പനികളാകാം. അപ്പോൾ അതിലേക്കൊക്കെ അവർക്ക് പല ആവശ്യങ്ങൾക്ക് പണം ആവശ്യമായി വരാറുണ്ട്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു ഷെയർ ഹോൾഡർ ആക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളെ മാറ്റുന്ന രൂപത്തിൽ അതിലേക്ക് സ്വീകരിക്കാം. അല്ലാത്ത രൂപത്തിൽ നിങ്ങൾ പണം സ്വീകരിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ഈ പണം ഏത് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, അതിൽ നിന്ന് എത്രയാണ് ലാഭം ജനറേറ്റ് ചെയ്യുന്നത്, ഈ ഒരു ധാരണ സംരംഭകനുണ്ടാകണം. അത് സ്വാഭാവികമായും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ചോദിക്കാനും അറിയാനുമുള്ള അധികാരവും അവകാശവും അയാൾക്കുണ്ട്. ഉപാധികളോടുകൂടി പണം നൽകാം, അതല്ലെങ്കിൽ നിരുപാധികം ഹലാലായ എന്ത് ബിസിനസ്സിന് വേണ്ടിയിട്ടും പണം നൽകാം. അതല്ല നമ്മളുടെ സാമ്പത്തികമായ ഞെരുക്കങ്ങൾക്കോ മറ്റുള്ള അർത്ഥത്തിലോ ഉള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആളുകളിൽ നിന്ന് നിക്ഷേപം എന്ന പേരിൽ പണം സ്വീകരിക്കുകയും നമ്മളുടെ ഒരു ഉദാഹരണത്തിന് ഇത്രയൊക്കെ ഒരു ഏകദേശ ലാഭം ഉണ്ടാവുമെന്ന് കണക്കാക്കി കൊടുക്കുകയും നമ്മളുടെ ആവശ്യം നിറവേറിക്കഴിഞ്ഞാൽ പിന്നെ ആ പണം തിരികെ കൊടുക്കുകയും ചെയ്യുന്നതായ, അഥവാ കടത്തിന് ബദലായി ഈ നിക്ഷേപങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പിന്നെ എന്താ പറയുക, ഒരു പലിശയെ മറികടക്കുന്ന ഒരു രീതി അത് ശരിയല്ല. അത് യഥാർത്ഥത്തിൽ പലിശയോട് ഏറെ സമാനപ്പെട്ട് നിൽക്കുന്നൊരു കാര്യമാണ്. അതായത് ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ 10 ലക്ഷം ആവശ്യപ്പെടുന്നു, നമുക്ക് 10 ലക്ഷം രൂപയുടെ ഒരു പെട്ടെന്നൊരു ആവശ്യം, എന്തെങ്കിലും ഒരു തിടുക്കം നമുക്കുള്ളതുകൊണ്ട് അപ്പോൾ നമുക്കതിന് ഇത്ര ഒരു ലാഭം നിങ്ങൾക്ക് നൽകാം എന്ന് ഏകദേശം അദ്ദേഹവുമായി ധാരണയിലെത്തുന്നു. അങ്ങനെ നമ്മളുടെ ഈ ആവശ്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ പണം കൊടുക്കുന്നു. ഇത് തന്നെയാണ് പലിശയിലും സംഭവിക്കുന്നത്. സ്വാഭാവികമായും ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ പലപ്പോഴും ആ പണം നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ എപ്പോഴാണെങ്കിലും ഞങ്ങൾ തിരികെ നൽകാം എന്നുള്ളൊരു ഉറപ്പ് കൂടി നൽകുന്നതായി കാണാൻ സാധിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ബിസിനസ് ആണെങ്കിൽ അവിടെ ഒരു ബിസിനസ്സിൻ്റെ ആ ഒരു ഏതൊരു കാര്യത്തിലാണോ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടത് അതിൽ നിന്ന് എത്ര ലാഭം ജനറേറ്റ് ചെയ്യുന്നു, അതിനെന്തെങ്കിലും സ്വാഭാവികമായി നഷ്ടങ്ങൾ വല്ലതും സംഭവിക്കുന്നുണ്ടോ, അതിനൊക്കെ കൃത്യമായ കണക്കുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ഒരു പണം, ആ ഒരു പണം ഏത് ബിസിനസ്സിലാണ് പിന്നെ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അതിൽ നിന്ന് എത്രയാണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പണം ഒരാളുടെ കയ്യിൽ നിന്ന് പണമായി മാത്രം ഷെയർ ഹോൾഡർ ആക്കാതെ വാങ്ങുകയാണെങ്കിൽ അയാളുടെ പണം ലാഭം ജനറേറ്റ് ചെയ്യുന്ന രൂപത്തിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം, അതിനെ പിന്നെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ അങ്ങനെ നമുക്ക് വാങ്ങാൻ സാധിക്കുകയുള്ളൂ. അതല്ല നമുക്കിപ്പോൾ ഹോസ്പിറ്റൽസിൻ്റെ ബിൽഡിംഗ് ഒക്കെ ഒന്നും കൂടെ നമുക്ക് വലുതാക്കാൻ വേണ്ടിയാണ് നമ്മൾ പണം ആവശ്യപ്പെടുന്നതെങ്കിൽ അവിടെ നമുക്ക് ഷെയർ ഹോൾഡർ എന്നുള്ള അർത്ഥത്തിൽ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.